ഹലോ ഫ്രണ്ട്സ്, ലാവൻഡർ മൂൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്വിൻ ഫ്ലെയിമിനെ പറ്റിയാണ്. ഇപ്പോൾ എല്ലാവരും കൂടുതൽ കേൾക്കുന്ന ഒന്നാണ് ട്വിൻ ഫ്ലെയിം എന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഈ ട്വിൻ ഫ്ലെയിം? ട്വിൻ ഫ്ലെയിം എന്നതിനെ മിറർ സോൾസ് എന്നുകൂടി പറയാറുണ്ട്. അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ രൂപത്തിൻ്റെ പ്രതിബിംബമായി കാണുന്നത്, അതുപോലെ നമ്മുടെ സ്വഭാവത്തിലായാലും ജീവിതത്തിലായാലും നമ്മുടെ അതുപോലുള്ള മറ്റൊരു വ്യക്തിയെയാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു സോൾ അല്ലെങ്കിൽ ഒരു ആത്മാവ് തന്നെ രണ്ടായി ജന്മമെടുക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ അതുപോലുള്ള ജീവിത സാഹചര്യങ്ങളിലും ചിന്തകളിലും ജീവിത പ്രതിസന്ധികളിലും എല്ലാം അതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിമിനെയും കാണാൻ സാധിക്കുന്നു. നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാനും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും ആ വ്യക്തിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചും ആ വ്യക്തിയെ സഹായിക്കാനും സാധിക്കുന്നു. ട്വിൻ ഫ്ലെയിം ജേണിയും സ്പിരിച്വൽ അവേക്കനിങ്ങും ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാവരും കരുതും അത് അവരുടെ ട്വിൻ ഫ്ലെയിം ജേണി ആണെന്ന്. പക്ഷേ അല്ല. 100-ൽ 98% ആളുകളും സ്പിരിച്വൽ അവേക്കനിങ് ആയിരിക്കും. പക്ഷേ അതിൽ 1-2% ആളുകൾ മാത്രമേ ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുള്ളൂ. ഇതൊരു റെയർ ആയിട്ടുള്ള കണക്ഷൻ കൂടിയാണ്. നമ്മളിപ്പോൾ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് പറഞ്ഞല്ലേ, നമുക്ക് എങ്ങനെ ട്വിൻ ഫ്ലെയിമിനെ മനസ്സിലാക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായി ഒരു പ്രത്യേക തരത്തിലുള്ള ഫീലിങ്ങോ കണക്ഷനോ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് നിങ്ങൾക്ക് എത്രയോ കാലമായി അറിയുന്ന ആളെ പോലെ പെരുമാറുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് അത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ട്വിൻ ഫ്ലെയിം എന്നത് നമ്മളെപ്പോലുള്ള മറ്റൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ മറച്ചു വെച്ച പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മുടെ ഇമോഷൻസ് ആയാലും ഫീലിംഗ് ആയാലും നമ്മൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവരവർക്ക് അവരുടേതായ ഹോബീസ് കാണുമല്ലേ. നമുക്കിപ്പോൾ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ബുക്സ് ആയിരിക്കും വായിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിലുള്ള മൂവീസ് കാണാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിലുള്ള മ്യൂസിക് കേൾക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ നമ്മുടെ ട്വിൻ പാർട്ട്ണറിനും അതുപോലെ തന്നെയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഒരു ട്വിൻ ഫ്ലെയിമിനെ നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അധികം സമയം അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ സാഹചര്യമോ പ്രതിസന്ധിയോ എന്തായാലും അത് പരിഹരിക്കാനും സഹായിക്കാനും നിങ്ങൾക്ക് ധൈര്യവും പിന്തുണയും തരാനായിട്ട് എന്നും ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളിപ്പോൾ പല പല സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രവൃത്തി രീതികളും ചിന്തകളും ഒരുപോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതോ ചിന്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കൂട്ടത്തോടെ ഇരിക്കുന്നുവെങ്കിലോ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇരിക്കുകയാണെങ്കിലും വെച്ചോ, അപ്പം നിങ്ങളിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്ന ഒരേ ടോപ്പിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചായിരിക്കും ഒരു കാര്യം തന്നെ പറയുക. ഇതിനെയെല്ലാം ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വ്യക്തികളുമായി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷവും വിശ്വാസവും ഒരു സേഫ്റ്റിയും ഒക്കെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് എപ്പോഴും അടുക്കാനുള്ള ആഗ്രഹം തോന്നുന്നു. നിങ്ങൾക്ക് എപ്പോഴും ഇയാളെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും അയാളോട് എപ്പോഴും സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹവും തോന്നുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആളുമായി ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ആകുന്നു. ആളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും അനുഭവപ്പെടുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരാളോട് പെട്ടെന്ന് തന്നെ കണക്ഷൻ തോന്നുന്നുണ്ടോ എങ്കിൽ അത് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിന് സാധ്യതകളാണ്. ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വശങ്ങൾ മാത്രമല്ല മോശവശങ്ങൾ നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നു. അതിലൂടെ അതിനെ മനസ്സിലാക്കി തിരുത്തിയും മുന്നോട്ട് പോകാനും ഈ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ആ വ്യക്തിയെ മാറ്റി നിർത്തിയാലോ വേണ്ടെന്ന് വെച്ചാലോ പിന്നെയും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അത് ചിന്തകളിലൂടെയോ സാഹചര്യങ്ങളിലൂടെയോ ഓർമ്മകളിലൂടെയോ ആയിരിക്കും. പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെ നല്ലതും മോശവുമായ വശങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ ഉള്ള 2 പേരും ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കും. ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ ഉയർച്ച മാത്രമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും പഠിക്കാനും തെറ്റുകൾ തിരുത്താനും നല്ല വഴിയിൽ മുന്നോട്ട് പോകാനും വിജയങ്ങൾ നേടാനും ഉയരത്തിൽ എത്താനും ഈ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ID ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.